ഹലോ എവരിബഡി, എല്ലാവർക്കും ശുഭദിനം. ശബരിമല കേസിൽ അനിശ്ചിതത്വം തുടരുന്നു. ശബരിമല സ്വർണ്ണമോഷണം കേസിലെ അന്വേഷണം ഹൈക്കോടതി നൽകിയിട്ടുള്ള സമയപരിധി ഈ മാസം തീരുമെങ്കിലും തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായില്ല. കവർച്ചയ്ക്ക് ഉന്നതതല അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് സൂചനകൾക്ക് പുറകെ പോകാനും അന്വേഷണ സംഘം പാടുപെടേണ്ടി വരും. രാഷ്ട്രീയ ചേരികൾ പരസ്പരം ചെളിവാരിയെറിയാൻ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം തിരിച്ചെത്തുമോ എന്നതാണ് വിശ്വാസികളും പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത്. പ്രതികൾ പലരും പിടിയിലായെങ്കിലും 2019 ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ SITക്ക് സ്ഥിരീകരണമില്ലാത്ത അവസ്ഥയാണ്. ശബരിമലയിൽ നിന്നും കടത്തിയ വസ്തുക്കൾ അതേപടി തിരിച്ചെത്തി എന്ന വാർത്തയാണ് ഓരോ അയ്യപ്പ വിശ്വാസിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ നിമിഷം വരെ ആ കാര്യത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായിട്ടില്ല. തൊണ്ടി മുതൽ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്ന എന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് SITയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം തുടങ്ങിയിട്ട് 3 മാസമായി. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയതിൻ്റെ 10 മടങ്ങ് വ്യാപ്തിയുള്ള മോഷണമാണ് നടന്നതെന്ന് ഓരോ അറസ്റ്റും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ കട്ടിള, വാതിൽ, 2 ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ പാളികളിൽ നിന്നും സ്വർണം കവർന്നതായി 2 FIRകൾ ആണ് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാളികൾ നവീകരിക്കാനെത്തിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ഗോവർദ്ധൻ, എല്ലാറ്റിലും ചുക്കൻ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ കൊടുത്തിരിക്കുന്ന മൊഴി വിശ്വാസയോഗ്യമല്ല എന്നതാണ് SITയെ പ്രതിസന്ധിയിലാക്കുന്നത്. അറസ്റ്റിലായ ഈ പ്രതികൾ പറഞ്ഞത് പാളികൾ ഒരുക്കിയെന്നും അതിൽ കുറച്ച് സ്വർണം കൊണ്ട് വീണ്ടും പൂശിയെന്നും കുറച്ച് പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി എടുത്തെന്നും ബാക്കി ഗോവർദ്ധന് കൈമാറിയെന്നാണ്. പണിക്കൂലിയായി താൻ വാങ്ങിയെന്ന് പങ്കജ് ഭണ്ഡാരി പറയുന്ന 150.243 ഗ്രാം കർണാടക ബെള്ളാരിയിലെ റോദം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനിൽ നിന്ന് ലഭിച്ച 474.960 ഗ്രാമും വീതമുള്ള സ്വർണമാണ് ആകെയുള്ള തൊണ്ടി മുതൽ. എന്നാൽ ഇത് 2019 കടത്തിയ സ്വർണമല്ല എന്നത് വ്യക്തമാണ്. കാരണം 6 കൊല്ലം മുൻപുണ്ടായ സംഭവത്തിലെ സ്വർണം ഇവർ സൂക്ഷിച്ചു വെച്ചു എന്ന് വിശ്വസനീയമല്ലെന്നത് തന്നെ. ഈ 3 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടും SITക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കൊല ചെയ്യപ്പെട്ട കൂടുതൽ സ്വർണം കണ്ടെടുക്കുന്നതാണ് SIT കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പ്രതികൾ പാളികൾ ഒരുക്കിയോ അതോ അതേപടി വിറ്റോ എന്നൊക്കെയുള്ള സംശയവും ബാക്കി നിൽക്കുന്നു. ഈ കേസിലെ അന്താരാഷ്ട്ര ബന്ധം സംശയിച്ചത് ഹൈക്കോടതിയാണ്. അതിനാൽ അന്വേഷണത്തിൻ്റെ വ്യാപ്തി കൂട്ടണമെന്നത് അത്യാവശ്യമാണ്. ഒന്നുകിൽ SITക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു അന്വേഷണ വഴി തേടുക. നിലവിൽ SIT എത്തി നിൽക്കുന്ന തടസ്സം മാറ്റേണ്ടതും അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ അമൂല്യ വസ്തുക്കൾ അതേപോലെ തിരിച്ചെത്തിക്കേണ്ടതുമാണെന്ന് പരമപ്രധാനമായ കാര്യം തന്നെയാണ്. തലപ്പാറ മല, അല്ലെങ്കിൽ ഇന്നറിയപ്പെടുന്ന ശബരിമല അയ്യൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 18 മലകൾ ചേർന്ന തലപ്പാറ മലയും കൂടെ ചേരുമ്പോൾ അവിടെ ആദിമ ജനത അവരുടെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പരിശുദ്ധ സ്ഥലം അയ്യൻ്റെ അനുഗ്രഹത്താൽ സൃഷ്ടിച്ചെടുത്ത ഒരു തലപ്പാറ മലയാണ്. ഇന്ന് എല്ലാ വർഷവും പ്രതിവർഷവും കോടീശ്വരന്മാരാക്കി മാറ്റുന്ന പോറ്റി വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർ എത്രയധികം ക്രമക്കേടുകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ലൈംഗിക അപവാസ കേസിൽപ്പെട്ട തന്തര്, കണ്ഠര്, മഹേശ്വര്, അതുപോലെ തന്നെ ശബരിമലയുടെ പരിപാവനതയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ
സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ നമുക്ക് കാണാം. പ്രതിവർഷം 2 കോടി രൂപയാണ് ഒരു തന്ത്രിക്കും 3 തന്ത്രിമാർക്കും മറ്റ് പോറ്റിമാർക്കുമൊക്കെ ആയിട്ട് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്നത്. നിരവധി സംഭാവനകൾ വരുന്ന ഇടം ഒരു കച്ചവട സ്ഥാപനമായി മാറ്റി ചില സംവരണ വിരോധികളും സംവരണം തട്ടിപ്പും നടത്തുന്ന ശബരിമലയിലെ എല്ലാ തൊഴിലിടങ്ങളും ശമ്പളം അതിഭീമമായ ശമ്പളം എഴുതി പറ്റുകയും അതിക്രമക്കേടുകൾ നടക്കുമ്പോഴും അവിടെ ആ ആദിമ ജനത ഉണ്ടാക്കിയ ആ ചരിത്ര സത്യങ്ങൾ പലതും അവിടുന്ന് കടത്തുകയും രാജ്യം കടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിലുണ്ടാകും. അതിന് ആദിവാസി മൂപ്പന്മാരുമായി തലപ്പാറ മലയുടെ ചരിത്രവുമായും ഗ്രാമസ്നേഹി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. ശബരിമല അയ്യൻ്റെ സ്വർണവും പഞ്ചലോക വിഗ്രഹങ്ങളും അവിടെ നിന്ന് കടത്തിയ ചരിത്ര പ്രാധാന്യമുള്ള എല്ലാ വസ്തുതകളും തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണം എന്ന ആവശ്യവും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് കേരള ജനതയോട് അഭ്യർത്ഥിക്കുക.